മലയോര ട്രക്കിങ്ങും ഒക്കെ പോയി നമ്മള് റെഡി ആയിട്ട് ബസ് നമ്മളെ കാത്തിരിക്കാൻ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി. ഇവിടെയാണ് നമ്മള് കിടന്നത് ഗൈസ്. ഇന്നലെ നമ്മൾ ഇവിടുത്തെ വ്യൂ കണ്ടോ? ഇവിടെ ഇങ്ങനെയാണ് വ്യൂ. ഊർക്കമലിയൊന്നുമില്ല, നമ്മൾ അപ്പുറത്തെ റൂമിലാണ് ഗൈസ് കിടന്നത്. അപ്പൊ നമ്മളിന്ന് ട്രക്കിങ്ങിനും കാര്യത്തിനും ഒക്കെ പോകും. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ബാഗ് എടുക്കുന്നു. പിങ്കി പെട്ടി പാക്ക് ചെയ്താ? പിങ്കിയുടെ പെട്ടി കണ്ടോ ഗൈസ്? ഇത്രയുണ്ട്. പെട്ടി എടുത്തു. ഇതിന്റെ പെട്ടി അവിടെ എല്ലാം എടുത്തു വെച്ച്. ഓക്കെ പോവാം നമുക്ക് ഗൈസ്, പോവാം. വരൂ. സീസ് മൈ ഡേ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. എവിടെയാണ് വന്നത്? ഐ ലവ് മാറായി. വെറുതെ അകത്താണ് ഫുഡ്. ഫുഡ് കൊടുക്കുന്നത്. ഇതാണ് നമ്മളുടെ രാവിലത്തെ ആഹാരം. ഇനി എന്തൊരു കൊണ്ട് തിന്നാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. രാവിലത്തെ നീ പറ. എൻ്റെ ഒരു മുട്ട ഉണ്ട്, ഒരു പോരയുടെ പകുതി ഉണ്ട്, ഒരു ദോശ ഉണ്ട്, പിന്നെ മുട്ടക്കറി എന്ന് പറയുന്നൊരു മുട്ടക്കറി ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ട്. ഇവിടെ തിന്നെ ഉച്ചക്ക് കിട്ടത്തില്ല. ജീപ്പിലാണ് ചേട്ടാ ചേട്ടാ ഏതാണ് പേര്? ബ്ലൂടൂത്ത് സൈഡിലാണ് എന്തോ ഗായ്സ്. അപ്പോൾ നമ്മൾ കാട്ടിലെത്തി. അവിടെ ഒരു മാനുണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു ചെറിയ മാനുണ്ട് അവിടെ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ് ഗായ്സ്. നമ്മൾ കൊടുങ്കാടിൽ വന്നേക്കാണ്. കണ്ടോ കണ്ടോ, കൊടുങ്കാടാണ്, മാനിക്കുള്ള കാടാണ്, ട്രക്കിംഗ് ആണ്. എല്ലാവരും ഉണ്ട്. അല്ലനിവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. 4 മണിക്കൂറുണ്ട് ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി. ഓരോ സ്ഥലത്ത് നിർത്തി നമ്മൾ പോകും. റിനു ഒരു ഹായ് പറ. ഇതാണ് റിനു ഗൈസ്, അലന്റെ കൂട്ടുകാരൻ. ഇതാണ് ഗൈസ് അലൻ. നമ്മളെ കുട്ടികളാണ് വരുന്നത് ജീപ്പിൽ. കണ്ടോ, മാമ സെറ്റായിരുന്നു, നല്ല രീതിയിൽ വണ്ടി ഓടിക്കുമായിരുന്നു. നല്ല ഇവിടുന്ന് കണ്ട ഗൈസ്, ഇവിടെ കൊടുങ്കാടാണ്. ആ മാമനാണ് നമ്മളെ വണ്ടി ഓടിച്ചത്. നല്ല കുലുങ്ങിയായിരുന്നു വണ്ടി പോയത്. അടിപൊളിയായിരുന്നു. ഇവിടെ മാനും ഇതും എല്ലാം ഉണ്ട് ഗൈസ്. എവിടെ പോയിരുന്നു ചെയ്ത് ഒരു കാട്ടില് എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഇങ്ങനെ ഓടിച്ചു ഗൈസ്. ഫസ എങ്ങനെയുണ്ടായിരുന്നു? അവളെ സൗണ്ട് പോയി ഗൈസ്. ഇന്നലെ അടി കിടന്ന ആടിയും പാടിയും ഒക്കെ അവളെ സൗണ്ട് പോയി ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോ നമ്മള് മാനിനെ കണ്ട്. ഇനി അങ്ങോട്ട് മാനിനെ കണ്ടോ? അറിഞ്ഞില്ല. അപ്പൊ അമ്മ അങ്ങോട്ട് പോകുമ്പോ ആണിനെയൊക്കെ കാണുമെന്നാണ് പറയണ. പുലിനെ കാണണമെന്നാണ് ഇവിടെ ആഗ്രഹം. എന്തായാലും നമ്മള് കാണുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. നമ്മള് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. വിളിക്കുന്നു ഇതിലൊക്കെ ഗായ്സ്. നിങ്ങളിത് കണ്ടോ? ഇതാണ് നമ്മളെ വ്യൂ എന്ന് പറയുന്ന. അടിപൊളിയാണ്. നമ്മൾ ഈ ട്രക്കിംഗ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഇത് സെറ്റായിരുന്നു ഗായ്സ്, അടിപൊളിയാണ്. നല്ല രസമില്ലേ കാണാൻ? സ്ട്രോബെറി തോട്ടത്തില് ഏതൊരു സ്ട്രോബെറി തോട്ടം? ഇതാണ് നമ്മളെ എമ്മിക്കുട്ടീനെ ഞങ്ങൾ കണ്ടിട്ട് കുറെ നാളായി കാണും. അവിടെ നിൽക്കണേണ് ആപ്പിള് മരം. പാടത്തോട്ട് ഇറങ്ങി. എന്തൊരു പാടത്തോട്ട് പോണ? അങ്ങോട്ട് നടന്നാ പോണത്? അങ്ങോട്ടൊരു വലിയൊരു മലയുണ്ട്. അങ്ങോട്ടാ? ഹായ്, കൊള്ളാല്ലേ? എടി അതെന്തൊരു സ്ട്രോബെറി വലിയായിട്ടിരിക്കുന്നു. സ്ട്രോബെറിയുടെ വലുത് അവിടെ തൂക്കിയിട്ടേക്കുന്നു. ഇതിനകത്ത് നമ്മള് കേറാൻ പോണ. ഇവിടെ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ് പറയുന്നത്. നമുക്കിവിടെ നോക്കാം. നടക്കിയല്ലേ ശിവേട്ടാ? പിന്നെ അടിപൊളി. അവിടെ എന്തോന്നു? കാടും മല്ലും കല്ലും നടന്ന യാത്രകളിലൂടെ പോവുകയാണ് കൈ.
ഇവിടെയാണ്. ഇത് ഏത് സ്പോട്ട് ചെയ്ത് കൊള്ളാല്ലേ? കൊള്ളാം. എമി എമ്മി തുള്ളയാണ്. തിരിഞ്ഞു നോക്ക് ചിരി. ആ അത് തന്നെ. എവിടെയാ? ഇവിടെ വെള്ളമില്ലേ? അങ്ങോട്ടും തോന്നുന്നു. എങ്കി ഇങ്ങോട്ട് വാ പിടി പോവാമ്പാ. ഇവക്ക് നടക്കണോന്ന് പറഞ്ഞ് നടപ്പിക്കുകയാണ്. എമി എങ്ങോട്ടാണ് പോവേണ്ട? എന്നിട്ട് നീ താഴോട്ടല്ലേ പോണത്? സഫ വരണ്ടെന്ന്. സ്വന്തം ഉമ്മാനെയാണ് നീ വരണ്ടെന്ന് പറയണത്. സഫ വരണ്ട, പോട്ടി നമുക്ക് പോവാമ്പാ. എടി അങ്ങോട്ടേക്ക് സഫ വരണ്ടെന്ന്. വരണില്ലടി, അവള് വരണില്ല. വാ, നല്ല ഐഡിയ. പിന്നെ ഇഷ്ടപ്പെട്ടില്ല മുഖം വെച്ച കണ്ട. സഫ നീ വരണ്ടെന്നല്ലേ പറഞ്ഞ സഫ. നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് വാട്ടർഫോൾസിൽ പോവുകയാണ്. വാട്ടർഫോൾസ് കൊള്ളാവോന്ന് നോക്കാം. നോക്കിപ്പോ. ഭയങ്കര പാടാണ്. എന്നെ വിടേ, നീ എന്നെ പിടിക്കണ്ട. ഇവളെ പിടിച്ചാ ഞാൻ വീഴും. ഇങ്ങോട്ടാണ് പറയണത്. വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് കേൾക്കണത് അങ്ങോട്ട്. വാ പോവാം. നമുക്ക് വെള്ളച്ചാട്ടം കൊള്ളാവെന്ന് നോക്കിട്ട് വരാം. വെള്ളപ്പെട്ട് നമ്മള് വഴി തെറ്റിച്ച് ഗൈസ്. സൂപ്പറായിരുന്നു. ഭയങ്കര വലിയ കാടിന്റെ മലയുടെ നടുക്ക് നടന്നിട്ട് നമ്മൾ എവിടെയോ പോയി പെട്ടുപോയി. സാറാണ് നമ്മളെ വന്ന് രക്ഷിച്ചത്. സാർ നമ്മള് വെള്ളച്ചാട്ടം മറികടന്നാലേ വെള്ളച്ചാട്ടത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ വെള്ളച്ചാട്ടം മറികടക്കാൻ പറ്റൂല. മൊത്തവും വെള്ളച്ചാട്ടം കാണിച്ചാൽ ഇതാണ്. ഈ വെള്ളച്ചാട്ടം മറികടന്നാലേ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ പോകാൻ പറ്റില്ല. ഇതാണല്ലേ വെള്ളച്ചാട്ടം. ഏത് വെള്ളച്ചാട്ടം? ആതിരപ്പള്ളി. പേര് ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞത്. കാർപ്പുറത്ത് കൊള്ളാല്ലേ ഇവിടെ ഒഴുകി വരുന്നത്. അതിസാഹസികമായ ഈ വഴികളിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകല ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. സാറ് മുകളിൽ ചെന്നിട്ട് വാട്ടർഫോൾസിന്റെ പേര് പറഞ്ഞു തരുന്നതായിരിക്കും. ആതിരപ്പള്ളി. പ്രകൃതി നോളജ് ഇല്ല ഗൈസ് ഇവക്ക്. ആര് പറഞ്ഞ അവിടെ ഒന്നും ഇല്ല എന്ന് ഗൈസ്? അവിടെ സൂപ്പർ ആയിരുന്നു, സെറ്റ് ആയിരുന്നു. കണ്ടോ നിങ്ങൾ? ഇതാണ് വഴി. നിങ്ങൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മാത്രം ഇതിലേക്കൂടെ വന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ വരണ്ട. നിങ്ങൾ കാലൊക്കെ പോവും. നല്ലൊരു കയറ്റമുണ്ട് ഇനി കയറാൻ വേണ്ടി. അങ്ങോട്ട് എന്തോന്നാണോ എന്തോ. അങ്ങോട്ട് കൊള്ളാം ഗൈസ്. വലിയ വ്യൂ ഉണ്ട്. വലിയ മരം ഗൈസ്. എൻ്റെ കാലൊക്കെ പോയി. ഭയങ്കര വേദന. ഇങ്ങോട്ടും ഉണ്ട്. ഇങ്ങോട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ വഴിയാണ്. എന്തോ നിങ്ങളിത്, ഞാൻ പറഞ്ഞില്ലേ അതിസാഹസികമായ വഴികളാണെന്ന്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലേ? കണ്ട ഇവിടെ മൊത്തം മഴ ചെയ്ത് തെന്നിയാണ് കിടന്നത്. ഈ വഴി കൂടെ നമ്മൾ ഇറങ്ങി വന്ന പിങ്കി. ഞാൻ കാണിച്ചു കൊടുത്ത്. വാ എല്ലാരും വാ.
വെള്ളച്ചാട്ടം. നമ്മളങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഇരിക്കുകയാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം, പക്ഷെ നല്ല കൊണ്ടുപോകില്ല ഗൈസ്. അവിടെ കനാലി വന്നവർക്ക് ഇത് ഈ ഒരു മണ്ടയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. നല്ല രസമായിരുന്നു ഗൈസ് കാണാൻ. ഗൈസ് നമ്മൾ ഓഫ് റോഡിൽ കൂടെ പോവുകയാണ്. വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം അവിടെ കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങും ഇറങ്ങും പറഞ്ഞപ്പോൾ നീ പറഞ്ഞില്ല അവിടെ ആരും ഇറങ്ങൂല. പള്ളിയാണ് ഗൈസ്. ഇവള് നമ്മളിതിന്റെ മണ്ടയിൽ വന്നേക്കാണ്. വലിയ മലയുടെ മണ്ടയിൽ സെറ്റാണ് ഗൈസ്. ഇവിടെ ട്രക്കിങ്ങിന് വന്ന് അടിപൊളിയാണ്. സെറ്റ് ഏതോ പാതയിലാണ്, ഏതോ പാതയിലും ഏതോ മലയിലാണ്. തൊണ്ടയൊക്കെ പോയി കൂടി ഡാൻസ് കളിച്ചൊക്കെ സെറ്റ് ആണ് ഗൈസ്. ഒരുപാട് ഡാൻസ് കളിച്ച് ട്രക്കിംഗ് എന്തായാലും ട്രൈ ചെയ്യണം. നല്ല രസമാണ്. ട്രക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. സെറ്റാണ്, വൈബാണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ വരണം. എല്ലാരും പല പല സ്ഥലത്ത് പരന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ കാണിച്ചു ഞാൻ എല്ലാവരെയും കാണിച്ചു. ഫോട്ടോഗ്രാഫർ പിങ്കി അല്ലേ പിങ്കി. ഇനി നമ്മളെവിടെ പോകുന്ന ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. നമ്മള് തിരിച്ചു പോണ നമ്മളത് ലാസ്റ്റ് സ്പോട്ടാണ്. മറയൂരാണിത്. സിറ്റാണ് ഗൈസ്. ട്രക്കിങ് ഛർദിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല. ഇവക്കൊക്കെ ഛർദിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഛർദിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഒരു കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പൊ എല്ലാരും വരണം. ഓക്കെ, ട്രൈ ചെയ്യുക. നമ്മളോട് ആരാണ് വന്നേക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ഒരു പുച്ഛഭാവം. എന്താണ് എമി നിനക്ക് ഒരു പുച്ഛഭാവം? എന്റെ കൊച്ചു പാവമാണ്. ഒരു ഉമ്മ തരുമോ? ഭാവത്തിലാണ്. ഭയങ്കര സ്നേഹമല്ലേ? കളിയാണ്. നീ അവസരവാദി ഗൈസ്. ഇവള് അവസരവാദിയാണ്. എനിക്ക് ഉമ്മതാ. ഗൈസ് എനിക്ക് ഉമ്മ തന്നു. അടി പിച്ചുണ്ട്. എമിയുടെ ടാറ്റ ഇറങ്ങാണ്. ബൈ ബൈ. ഓക്കെ ഗൈസ് രാവിലത്തെ ചോല്ല ഉച്ചക്കത്തൊക്കെ ചോറാണ്. ബിരിയാണിയാണ് ഗൈസ്. ബിരിയാണിയല്ല, നെച്ചോറും എന്തൊരു ചിക്കൻ കറിയുമാണ്. എനിക്ക് സന്ധി ചെയ്തില്ല നീ എന്നും അർജുനന്റെ തോഴനായി കഴിഞ്ഞു നീ. കണ്ടിട്ടും കണ്ടിട്ടും കണ്ടില്ല നോക്കില്ല എന്നാറ് കണ്ണിന്റെ കളികൾ കേട്ടിട്ടും കേട്ടിട്ടും കേട്ടില്ല കണ്ണന്റെ വീടിന് ഹരികൃഷ്ണ ഹര ഹരികൃഷ്ണ ഹര ഹരികൃഷ്ണ ഹര ദിനദിൻ 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 ഗോകുല പാല ബാലക ഗോപികമാരുടെ. നമ്മൾ ഡിജെക്ക് പോവുകയാണ്. കാണിച്ചോളാ ഡിജെ ഗൈസ്. ഡിജെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഗൈസ്. എല്ലാവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ആരാണ് അടുത്തത്? ഞങ്ങൾ ട്രക്കിങ്ങിന് പോയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ആദ്യം ഓരോരോ ജീപ്പിനകത്ത് മാറി. എല്ലാ ജീപ്പിലും കയറാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ മാറി ഞങ്ങൾ ഒരുവിധപ്പെട്ട ജീപ്പിലെല്ലാം കയറിയായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു ജീപ്പിൽ കയറുന്ന സമയത്ത് അകല് പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് കൈ പോലും കൊട്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന്
പോയൊരു വ്യക്തിയാണ്. പക്ഷെ ഞങ്ങൾ രണ്ടാമത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ജീപ്പിലും കൂടെ കയറി മാറി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ വൈബായത് അഖിലാണ്. പോണ്ട എന്ന് പറഞ്ഞത് അവനാണ്. അത് ആ അഖില തന്നെയാണ്. നമ്മള് അങ്ങനെ വണ്ടിയിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന കണ്ടില്ല. ഇപ്പം DJ ആയാലും ഇന്ന് എല്ലാവരും എണീറ്റ് ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചാണ്. എന്നെ ഈ ട്രിപ്പ് കൊണ്ട് ചെറുതല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിരിക്കും ഈ ഇപ്പൊ ഡാൻസ് കളിച്ചായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. നമ്മളെ കൂട്ടത്തിലെ ഫർസ പോവാൻ അടുത്തത് ചിലക്കൂർ ഫർസാന. അടിപൊളി ടൂറായിരുന്നു. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തെന്ന്. പിന്നെ സാറ് എല്ലാവരും ഇതായിരുന്നു. നമ്മുടെ അജീഷ് ചേട്ടൻ അവരൊക്കെ നല്ല വൈബായിരുന്നു. അടിപൊളി നമ്മളെ മുതലാളി സൂപ്പർ ടൂറായിരുന്നു. അടിപൊളിയായിരുന്നു. ഈ ഇതിനകത്താണ് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ സാറും നമ്മുടെ മിസ്സും രണ്ടുപേർക്കും നല്ല താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശിവസൂര്യക്ക്, അതുപോലെ നമ്മുടെ ബസ്സിലെ ചേട്ടന്മാര് ഒരു കട്ട സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ട്രിപ്പിന് ഇത്രയും ഓൺ ആക്കിയത് ഈ ചേട്ടന്മാരെ വേണമെന്നെങ്കിൽ പറയാം. കാരണം ബസ്സായാലും ആ ഒരു അവരുടെ വൈബ് അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തതായി എന്റെ പേര് ഷിൻജോ. പിന്നെ ഇല്ല സ്വീകരിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ അണ്ണന്റെ പേരെന്താണെന്ന് ഈ അജീബ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ചുമ്മാ ഒറ്റയ്ക്ക് ഇരുന്നപ്പം തന്നെ എന്നെ വിളിക്കുന്നത് എന്തിത്ര വിഷമിച്ചിരിക്കുന്നത് ശേഷമൊന്നും അറിയാൻ വയ്യ. എന്നാലും ചോദിച്ചോണ്ട് എനിക്ക് ആ ഒരു പേഴ്സണലി ഊക്കാനല്ലെന്ന് സീരിയസ് ആയിട്ട് ഈ ചേട്ടൻ. പിന്നെ ഞാൻ എപ്പോഴും കളിയാക്കും നമ്മളെ ഏക്കേനെ ഇങ്ങനെ കളിയൊക്കെ ആക്കും. എന്റെ ചേട്ടന്റെ പ്രായമുണ്ട്, എന്നാലും എനിക്ക് ആ ഒരു ഫ്രീഡം തരുന്നോണ്ടാണ്. ഇപ്പൊ അത് കണക്ക് ചിലരെ കളിയാക്കി അവരെന്നെ പിടിക്കത്തില്ല. പിന്നെ എന്തൊരു പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന് പ്രത്യേകം നന്ദിയൊന്നും പറയുന്നില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് സൂര്യയും നമ്മളെ HOD സാറും. സാറിന്റെ പണി പോകുന്ന എനിക്ക് അറിയത്തില്ല, എന്നാലും. പിന്നെ ഇത് വേറൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഇപ്പം ഈ ഒരു ട്രിപ്പില് കൊച്ചു എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും. അത് പറഞ്ഞ് ഇനി എന്റെ അളിയ ശിവസൂര്യനെ ആരും വിഷമിപ്പിക്കലും. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് കേട്ടോ. ആരും വിഷമിപ്പിക്കോ ഇനി. നമ്മുടെ ടൂർ കോർഡിനേറ്റർ ശിവേട്ടനെ പറ്റി ശിവേട്ടൻ വന്നിരിക്കുകയാണ്. എന്റെ പേര് ശിവസൂര്യൻ. അരുണ മിസ് നേരത്തെ പറഞ്ഞു. അരുണ മിസ്സിന് ആദ്യം വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അരുണ മിസ് എന്നോട് പറഞ്ഞ എന്തോന്നറിയാവോ, MBA പിള്ളേരാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞാൻ വന്നാൽ എനിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മിസ്സേ ഞാൻ ഉറപ്പ് വരുന്നത് മിസ് പറയുന്നതിന് അപ്പുറം ഇവിടത്തുള്ള ആരും പോകത്തില്ലെന്ന്. കാരണം അതങ്ങനെയായിരുന്നു. പിന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ ഫ്രണ്ടിനെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ. ഈ ട്രിപ്പ് എല്ലാം നിങ്ങളെന്തുവാ അത് ഫീൽ ചെയ്തിട്ടേ ഉള്ളൂ. മീൻസ് ഇതിന്റെ ബേക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ ഓരോ പില്ലറുകളായി ട്രിപ്പ്. ഓരോ പില്ലറിന് അതിൻ്റെതായ എന്തോ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതിപ്പോ HOD തൊട്ടങ്ങ് തുടങ്ങും. HOD തൊട്ട് പാക്കേജ്, ഈവൻ ഈ മുരാര ട്രാവൽസ്, മീൻസ് അവർക്കൊക്കെ എന്ന് വെച്ചാൽ എന്തോ ഈ ബസ്സിന് ഭയങ്കര കഥകളാ. ഈ ബസ്സിന് ഈ ട്രിപ്പിന് കഥകളാണ്. മനസ്സിലായില്ലേ? ഇപ്പം എല്ലാം റെഡിയാക്കി കൊടുക്കും. എനിക്കതൊക്കെ ചെയ്യടാന്ന് പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ചെയ്യടാന്ന് പറയുന്നതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. എനിക്ക് സാറിൻ്റെ കൂടെയും മുരാരയുടെയും പാക്കേജ് ചേട്ടൻ്റെ കൂടെ ട്രാവൽ സീരീസിൻ്റെ കൂടെ ഞാൻ ജൂലൈ 1-നാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ 5-ാം തീയതി അതിനിടയ്ക്ക് വന്ന് തന്നെ ഒരാൾ നിങ്ങൾ ഏതോ എക്സാമിന് വന്നപ്പോഴത്തേക്ക് സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ സെക്കൻഡ് ഇയർ ആണെന്ന് പറഞ്ഞ് രണ്ടുപേരും വന്ന് കണ്ടായിരുന്നു. അതാരാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിനുശേഷം ഞാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക്
ഞാൻ വന്ന് ജോയിൻ ചെയ്തപ്പോഴേ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ഡേറ്റ് 19-ാം തീയതിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം കൊടുക്കേണ്ട ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റേൺഷിപ്പ് കൊണ്ടുവന്ന റിക്വസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ റിക്വസ്റ്റ് അവിടം തൊട്ടാണ് യഥാർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് തുടങ്ങിയത്. നമ്മളെ ഷോപ്പിങ്ങിന് കയറിയതാണ്. സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട് ഗൈസ്. നമ്മളതിൽ ഇതൊക്കെ വാങ്ങി, നമ്മുടെ വീട്ടിലത്തേക്കുള്ള സാധനമൊക്കെ വാങ്ങി. എന്തിനൊക്കെയാണ് വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെത് വാങ്ങി, പിന്നെ അലുവ വാങ്ങി, പിന്നെ ചോക്ലേറ്റ് വാങ്ങി, പപ്പടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.